എല്ലാവരും തന്നെ അവരവരുടെ സ്കൂളിലെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. യൂസി ഇവരുടെ സ്കൂളല്ലല്ലോ പഠിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ മാത്രം മറ്റൊരു യൂണിഫോം ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് എല്ലാവരുടെയും തന്നെ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുക എന്നതായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്ന ലക്ഷ്യം. ആദ്യം സൂവിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ചെങ്ങനെ നന്നായി ഫോട്ടോ ഒന്നും എടുക്കുവാനായിട്ട് അറിയില്ല എന്നൊക്കെ നേരത്തെ സൂ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ നമ്പറൊക്കെ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫറിന്റെ അടുത്തേക്ക് ഇപ്പോൾ ചെങ്ങും ചോദിക്കുന്നു. അങ്ങനെ നമ്പറും മേടിക്കുന്നു. പിന്നീട് ഇവർ രണ്ടുപേരുടെ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇതേ സ്ഥലത്ത് വന്ന് ഫോട്ടോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞതിന് പിന്നിൽ ഒരു കാരണമുണ്ട് എന്നൊക്കെ സു പറയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. ആദ്യമായിട്ട് നിനക്ക് ഞാൻ കേക്കൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചല്ലേ എന്നൊക്കെ ചെങ്ങും തിരിച്ച് സൂവിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. അത് കേട്ടിട്ടുണ്ടായിരുന്ന സൂവും നേരത്തെ ഒരു മതിലൊക്കെ ചാടിയിട്ടായിരുന്നല്ലോ കേക്കുമായിട്ട് ചെങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലത്തേക്കൊക്കെ ചെങ്ങിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നീയും നല്ലൊരു ഹസ്ബൻഡ് അല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ എന്റെ തെറ്റാണ്. ഞാൻ വളരെയധികം ചൈൽഡിഷ് ആയിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനിയും ഞാൻ അങ്ങനെ ഒന്നും തന്നെ പെരുമാറുകയില്ല. ഞാൻ എപ്പോഴും നല്ലൊരു വൈഫായിട്ടൊക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ സു അവന് വാക്ക് നൽകുന്നു. എന്റെ ഭാഗത്തു നിന്നും ഒരുപാട് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ തെറ്റിന് എല്ലാത്തിനും ഞാൻ നിന്നെയായിരുന്നു കാരണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതും. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും തന്നെ ആവർത്തിക്കുകയില്ല. നിന്റെ അടുത്തും വളരെയധികം ദേഷ്യത്തിൽ ഒന്നും തന്നെ പെരുമാറുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെങ്ങും ഇപ്പോൾ സൂവിന്റെ അടുത്തേക്ക് ക്ഷമ ചോദിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സൂവിനും കരച്ചിൽ വരുന്നു. അങ്ങനെ സൂവിനെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ ചെങ് നോക്കുകയും പിന്നീട് അവർ രണ്ടുപേരും കൂടി ചേർന്ന് കിസ് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു എപ്പിസോഡൊക്കെ എൻഡ് ആയതിനു ശേഷം ഇന്റർവ്യൂ സീനൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു സമയത്ത് സു നിന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നിനക്ക് എങ്ങനെയായിരുന്നോ തോന്നിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചെങ്ങിന്റെ അടുത്തും ടീം ചോദിക്കുന്നു. ഞങ്ങൾ ഇത്രയും കാലം ഒന്നിച്ചുണ്ടായിട്ട് പോലും ആദ്യമായിട്ടാണ് അവൾ എന്റെ അടുത്ത് ക്ഷമയൊക്കെ പറയുന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും അവൾ ഇങ്ങനെയൊക്കെ പറയുവാനായിട്ട് പഠിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചെങ്ങിരുന്നത്. അതേസമയം ഇതേ ചോദ്യമൊക്കെ സൂവിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും അവന്റെ അടുത്ത് ക്ഷമയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് അവനെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു രീതിയൊക്കെയാണ് അത്. ചില സമയത്ത് റിലേഷൻഷിപ്പ് ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രിക്കൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആൾക്കും നമ്മുടെ അടുത്ത് കൂടുതൽ സ്നേഹമൊക്കെ തോന്നിക്കും. ആ ഒരു പ്രശ്നമൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂം സംസാരിക്കുന്നു. അങ്ങനെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും 2014 ഒരു സീനൊക്കെ കാണിക്കുന്നു. ഷെൻ ടേബിളിൽ കിടന്നൊക്കെ ഉറങ്ങുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഷെന്നിനെ കിസ് ചെയ്യുവാനായിട്ടൊക്കെ ലോ ശ്രമിക്കുമ്പോഴത്തേക്കും അവരുടെ റൂമിൽ ഒരു കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കുട്ടി കരയുന്ന ശബ്ദമൊക്കെ കേട്ട് ഷെനും എണീക്കുന്നു. ഷെൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ കുട്ടിയുടെ കരച്ചിൽ ഒന്നും തന്നെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നീയും എന്തെങ്കിലും ചെയ്ത് കുട്ടിയുടെ കരച്ചിലൊന്ന് നിർത്താമോ എന്നൊക്കെ ലോവിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കരച്ചിലൊക്കെ ഞാൻ നിർത്താം, പക്ഷെ ഫ്രീ ആയിട്ട് ഒരിക്കലും അതൊന്നും തന്നെ ചെയ്തു തരികയില്ല. മറിച്ച് നീ തിരിച്ച് എന്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ അവൻ പറയുന്നത് കൊണ്ട് തന്നെ അവനും ഓരോരോ എക്സ്ക്യൂസസ് ഉണ്ടാക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ഷെന്നും അവന് വീണ്ടും കിസ്സൊക്കെ നൽകുന്നു. വീണ്ടും 2024 സീൻസ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും ഷെന്നും ലൂവും കൂടി ഇപ്പോൾ ലൈബ്രറിയിലൊക്കെ നിൽക്കുകയാണ്. അവരുടെ ഫോട്ടോസും എടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല ഒരുപാട് ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ഒട്ടും തന്നെ ക്ലോസ് അല്ലാത്ത രീതിക്കൊക്കെയാണ് ഈ ഒരു ഫോട്ടോസിലെല്ലാം തന്നെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് വളരെയധികം നന്നായിരിക്കുമെന്നൊക്കെയാണ് ലൂവിന്റെ അഭിപ്രായം. പക്ഷെ ഇപ്പോൾ അവർ സ്കൂൾ യൂണിഫോം ഒക്കെ ആണല്ലോ ഇട്ടിട്ടുള്ളത്. ഈ ഒരു യൂണിഫോം ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഫോട്ടോസ് എടുക്കുവാനായിട്ടൊന്നും തന്നെ ഷെന്നും തയ്യാറാക്കുന്നില്ല. പക്ഷേ ഷെൻ ഇങ്ങനെ എല്ലാം തന്നെ പറയുമെന്ന് ലൂവിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും ഒരുപാട് വേറെ ഡ്രസ്സ് എല്ലാം തന്നെ സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അതുപോലത്തെ ഫോട്ടോസ് ഒക്കെ എടുക്കാമല്ലോ എന്നൊക്കെ ലൂവും ഷെന്നിനോട് പറയുന്നു. ഞാനും ഈ ഷോയിന്റെ ഇൻവെസ്റ്റർ ആണല്ലോ. അങ്ങനെ ഇരിക്കെ ഞാൻ നല്ല രീതിക്കൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഷോയിനെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ടൊക്കെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നീയും എന്റെ കൂടെ നിൽക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയാണ് ലൂവും ഷെന്നിന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ ലൂവും വെറുതെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് എക്സ്ക്യൂസസ് ഉണ്ടാക്കുകയാണെന്നുള്ള കാര്യം എല്ലാം തന്നെ ഷെന്നിന് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. സിയോന്റെയും ക്വിനിന്റെയും ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ്. പക്ഷെ ഫോട്ടോസിലെല്ലാം തന്നെ ഇവര് ശരിക്കും അപരിചിതരെ പോലെ നിൽക്കുന്നതായിട്ടായിരുന്നു ഫോട്ടോ എടുത്തവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഫോട്ടോസ് ഒന്നും ആയിരുന്നില്ല അവർക്ക് ശരിക്കും വേണ്ടിയിരുന്നത്. എങ്കിൽ പോലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ക്വിൻ ചോദിക്കുന്ന സമയത്ത് ഫോട്ടോസ് ഒക്കെ നന്നായിട്ട് തന്നെയാണ് വന്നത്. എങ്കിൽ പോലും ലൈറ്റിങ്ങിന്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കാമെന്നൊക്കെയാണ് ടീമിലെ ആൾക്കാരും പറഞ്ഞു കൊടുക്കുന്നത്. നീ എന്തുകൊണ്ടാണ് ശരിക്കും ഉണ്ടായിരുന്ന കാര്യം ഒന്നും തന്നെ പറയാതെ ഒരു കള്ളത്തരമൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് ടീമിലെ ഒരാള് മറ്റൊരാളുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സിയു
ക്വിന്നും വളരെയധികം നാണം കുണുങ്ങിയൊക്കെ നിൽക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയിരിക്കെ നമ്മൾ അവരുടെ അടുത്ത് കൂടുതൽ അടുത്തൊക്കെ പെരുമാറുവാനായിട്ട് ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് ഇതിലും മോശമായിട്ടേ വരികയുള്ളൂ. ഒരു കാര്യം ചെയ്യാം, അവർ റെസ്റ്റ് ഒക്കെ എടുക്കുകയാണല്ലോ, നമുക്കും അവരറിയാതെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഉറപ്പായിട്ടും അത് നല്ല ഫോട്ടോസ് ആയിരിക്കുമെന്നൊക്കെ അവരും പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ക്വിന്നും സിയുവും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. പണ്ട് സ്പോർട്സ് ഡേ ഒക്കെ നടന്ന സമയത്ത് നീയും ഒരു പ്രസംഗമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനും അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നൊക്കെ ക്വിൻ പറയുമ്പോഴത്തേക്കും ശരിക്കും ടീച്ചറിന് നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് ആ ഒരു പ്രസംഗം പറയുന്നതിനോടായിരുന്നു താല്പര്യമെന്നൊക്കെ അവനും അറിയിക്കുന്നു. പക്ഷെ നീയല്ലേ അന്ന് എന്റെ ഒപ്പം പ്രസംഗമൊന്നും പറയുവാനായിട്ട് നിൽക്കുകയില്ല എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുവാനായിട്ടുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ശരിക്കും ഞാൻ ആ പ്രസംഗത്തിൽ നിന്റെ കൂടെ ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവളും അറിയിക്കുന്നു. നീ പറഞ്ഞത് സത്യമാണ്. എനിക്കും അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. പണ്ട് ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് ഷോപ്പിങ്ങിനും മറ്റുമൊക്കെ പോകും. പക്ഷേ എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്ന സംഭവം അത് തന്നെയായിരുന്നു. അതായത് അമ്മയ്ക്ക് നാട്ടിലെ സകലരെ അറിയാം. അങ്ങനെയിരിക്കെ എന്നെ കൊണ്ട് പോകുന്ന സമയത്ത് അമ്മ വഴിക്ക് ആരെയൊക്കെ കണ്ടിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും അടുത്ത് സംസാരിക്കും. എന്നോടും അവരുടെ അടുത്ത് സംസാരിക്കുവാനായിട്ടൊക്കെ പറയും. പക്ഷെ എനിക്ക് അതിലൊന്നും തന്നെ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ സംസാരിക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അമ്മ എന്നോട് കൂടുതലായിട്ടൊക്കെ ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയൊക്കെ ആയിരുന്നു ഞാനും ഓരോരുത്തരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ചുകൂടി വലുതായ സമയത്ത് എനിക്ക് കൂടുതൽ പേടിയായിരുന്നു തോന്നിയത്. പിന്നെ ഞാൻ അങ്ങനെ അധികം സംസാരിക്കാതെയൊക്കെ ആയെന്നൊക്കെ അവനും പറയുന്നു. പിന്നെ പലരുടെയും പേരൊക്കെ ഓർത്തു വെക്കുവാനായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്ന ആണുങ്ങളെ മിസ്റ്റർ എന്നും അതുപോലെ തന്നെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ മിസ് എന്നുമാണ് വിളിക്കുന്നതെന്ന കാര്യമെല്ലാം തന്നെ ഞാനും മനസ്സിലാക്കിയത്. അതൊക്കെ ഒരുപാട് നല്ലൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും പിന്നീട് ആ ഒരു വാക്കുകളായിരുന്നു എല്ലാവരുടെയും അടുത്ത് ഉപയോഗിച്ചത്. അങ്ങനെ ഇരിക്കെ എന്റെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു പെണ്ണൊക്കെ വരാറുണ്ടായിരുന്നു. ഞാനും അവരെ മിസ് എന്നാണ് വിളിച്ചത്. പക്ഷേ ആദ്യം മുതൽക്കേ ഞാൻ അവരെ അങ്ങനെ വിളിക്കുന്ന സമയത്ത് അവർക്കും എന്നെ ഇഷ്ടമില്ലാത്ത രീതിക്കൊക്കെയാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അത് ശരിക്കും പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളായിരുന്നില്ല എന്നും ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാനും മനസ്സിലാക്കിയത്. അതുകൊണ്ടായിരുന്നു അവരും എന്റെ അടുത്ത് ആ രീതിക്കൊക്കെ പെരുമാറിയതെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരുന്ന ടീമും ഈ ഒരു സമയത്ത് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരറിയാതെ അവരുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. നിനക്കങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ പറയുവാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അവരുടെ ജോലി എന്താണോ ആ ഒരു ജോലിയുടെ കൂട്ടത്തില് അവരുടെ സർനെയിം ഒക്കെ യൂസ് ചെയ്താലും മതിയെന്ന് പറഞ്ഞിട്ട് ഖിന്നും ആ ഒരു ഐഡിയ ഒക്കെ അവനും പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ഷെന്നിനെ നമുക്ക് പ്രൊഡ്യൂസർ ഷെൻ എന്നും ലൂനെ നമുക്ക് പ്രസിഡന്റ് ലൂ എന്നും വിളിക്കാം. അതേസമയം നമ്മൾ അവരുടെ ഫുൾ നെയിം ഒക്കെ വിളിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അത് അത്രയ്ക്ക് നല്ല കാര്യമായിട്ടൊന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്ന ആള് നമ്മളെക്കാളും മൂത്തതൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അവർക്കും അത് അവരെ ബഹുമാനമില്ലാത്ത രീതിക്കൊക്കെ തോന്നിയേക്കാം. അതുപോലെ തന്നെ നമ്മളെക്കാളും വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ അങ്ങനെ വിളിക്കുന്ന സമയത്ത് നമ്മളും അവരും ക്ലോസ് ആണെന്നൊക്കെ ആയിരിക്കും പലരിലും തോന്നിപ്പിക്കുക. അതും പലർക്കും ഇഷ്ടമായെന്ന് വരികയില്ല. എനിക്കും ഇതുപോലത്തെ പ്രശ്നമൊക്കെ വരാറുള്ളത് കൊണ്ട് തന്നെ ഞാനും അവരുടെ പോസ്റ്റ് ഏതാണോ അതും പിന്നെ അവരുടെ സർനെയിമും കൂടി കൂട്ടിക്കൊണ്ടാണ് പലരുടെയും പേരൊക്കെ വിളിക്കാറുള്ളതെന്നൊക്കെ ക്വിനും പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങളൊക്കെ ഒരേപോലത്തേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേറുള്ള ആൾക്കാരുടെ അടുത്ത് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് പലപ്പോഴും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമുക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അവരും പിങ്കി പ്രോമിസ് ഒക്കെ ചെയ്യുകയാണ്. അവരും ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഫോട്ടോസ് എല്ലാം തന്നെ ഇപ്പോൾ ടീമിനും കിട്ടിയിട്ടുണ്ട്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.